രാഷ്ട്രം ഇന്ന് 80ാമത് സ്വാതന്ത്ര്യദിനം സവിശേഷമായ അഭിമാനത്തോടെയും ദേശസ്നേഹത്തോടെയും ആഘോഷിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ വിദേശാധിപത്യത്തിന് അന്ത്യം കുറിച്ച് പ്രതീക്ഷയുടെ പുലരിയിലേക്ക് ഇന്ത്യ ഉണർന്നെഴുന്നേറ്റ ദിവസം. സ്വതന്ത്ര സൂര്യൻ ഉദിച്ചുയർന്ന ആ ചരിത്ര മുഹൂർത്തത്തിന് 8 പതിറ്റാണ്ടുകൾ പൂർത്തിയാകുമ്പോൾ രാജ്യം മുഴുവൻ ത്രിവർണ്ണ ശോഭയിലാണ്. രാജ്യത്തിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനോടൊപ്പം ഈ ദിനത്തിൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ പറ്റി കൂടി നാം ബോധവാന്മാരാകണം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി കൊളോണിയൽ ഭരണത്തിന്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെയും പരമാധികാരത്തിന്റെയും പ്രകാശത്തിലേക്ക് ഇന്ത്യ ഉണർന്നെഴുന്നേറ്റ ദിവസം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ 1857 പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം ഭാരതത്തിന്റെ മണ്ണിൽ വിപ്ലവത്തിന്റെ ആദ്യ തീപ്പൊരിയായി. മഹാത്മാഗാന്ധിയുടെ കടന്നുവരവോടെ സ്വാതന്ത്ര്യ സമരം പുതിയ ദിശ പ്രാപിച്ചു. ചമ്പാരൻ സത്യാഗ്രഹം, ഖിലാഫത്ത്, നിസ്സഹരണ പ്രസ്ഥാനം, ദണ്ഡിയാത്ര, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ എണ്ണമറ്റ സഹന സമരങ്ങളിൽ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് സമരത്തിന്റെ മുൻനിരയിലേക്ക് വന്നത്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി എണ്ണമറ്റ ദേശസ്നേഹികളുടെ ത്യാഗത്തിന്റെയും ജീവന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന് നിരവധി വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത്. വിഭജനത്തിന്റെ മുറിവുകളും അടിയന്തരാവസ്ഥയും ചരിത്രത്തിലെ കറുത്ത ദിനങ്ങളായി. എന്നാൽ പിന്നീട് അങ്ങോട്ട് രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നേറി. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണത്തിലും പുതിയ ഉയരങ്ങളിലേക്ക് ഇന്ത്യ കുതിച്ചു. സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തും ഇന്ത്യ കുതിച്ചു. എന്നാൽ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനോടൊപ്പം വെല്ലുവിളികളെ പറ്റി നാം ബോധവാന്മാരാകുക കൂടി വേണം. ഐക്യവും ഒരുമയുമാകണം രാജ്യത്തിന്റെ വളർച്ചയിലേക്കുള്ള വഴികാട്ടി. സുസ്ഥിരവും സ്വയം പര്യാപ്തവുമായ ഒരു വികസിത ഭാരത സൃഷ്ടിക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം.